നാടെങ്ങും തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. മത്സര രംഗത്ത് ദമ്പതികൾ എത്തുന്ന വാർത്ത ഏറെ ശ്രദ്ധേയമായിരുന്നു. എന്നാൽ ഇവിടെ നാത്തൂന്മാരാണ് മത്സരഗോതയിൽ ഇറങ്ങുന്നത്. കുട്ടൻകുളങ്ങര ഡിവിഷൻ BJP സ്ഥാനാർത്ഥി ശ്രീവിദ്യ എം, അവരുടെ സഹോദരൻ്റെ ഭാര്യ തേക്കിൻകാട് ഡിവിഷൻ BJP സ്ഥാനാർത്ഥി പൂർണിമ സുരേഷ്. ഒരു കുടുംബത്തിൽ നിന്ന് 2 പേർ, അതും ഒരാളുടെ കന്നി അംഗം. എന്തു തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇപ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടി കോർപ്പറേഷൻ ഡിവിഷനുകൾ ഭൂരിഭാഗവും ജയിക്കുവാനും കോർപ്പറേഷൻ ഭരിക്കുവാനും എന്നുള്ളൊരു ദൗത്യം ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ എൻ്റെ നാത്തൂൻ കുട്ടൻകുളങ്ങര ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അവസാന നിമിഷമാണ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. അതും തെരഞ്ഞെടുപ്പിനെ ആദ്യമായിട്ടാണ് നേരിടുന്നത്. എന്തു തോന്നുന്നു? വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ ഒരു ഇതിനെ കാണുന്നത്. പിന്നെ സന്തോഷമായി. പിന്നെ അവിടുത്തെ പ്രവർത്തകർ വളരെയധികം പാർട്ടി പ്രവർത്തകർ വളരെ നല്ല ഒരു ബേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരു നല്ല സന്തോഷവും നല്ല ഊർജ്ജവും തോന്നുന്നുണ്ട്. ഇതിനു മുമ്പും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ളൊരു ഭയം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ രീതിയിൽ തന്നെ നേരിടണം. അപ്പോൾ എന്നാലും ഇപ്പോൾ പറയാൻ പോയാൽ ഞാൻ 3ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. അതും തേക്കിൻകാട് ഡിവിഷനിൽ 2ാം തവണ തുടർന്ന് മത്സരിക്കുകയാണ്. ജനങ്ങളുടെ പിന്തുണ നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. കൂടാതെ പാർട്ടി സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിജയിക്കുന്ന തന്നെയാണ് പ്രതീക്ഷ. എത്രത്തോളമാണ് കുടുംബത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് രണ്ടാൾക്കും? അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. കാരണം ഞങ്ങൾ കുട്ടിക്കാലം മുതലേ കുടുംബത്തിൽ ഞങ്ങൾക്കുള്ള സപ്പോർട്ടും ഇപ്പോൾ ഈ ഒരു സമയത്തും ഒരുപാട് സപ്പോർട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ വലിയൊരു ശക്തി. ഇതിനു മുൻപ് പൊതുപ്രവർത്തന രംഗത്തുണ്ടായിരുന്നോ അതോ ഇതാദ്യമായിട്ടാണോ? ഇതിപ്പോൾ കോളേജൊക്കെ പഠിക്കുന്ന കാലത്ത് ABVP-യിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ വന്നിട്ടില്ല എന്ന് മാത്രം. തെരഞ്ഞെടുപ്പ് അങ്ങനത്തെ കാര്യങ്ങളിൽ വന്നിട്ടില്ല എന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ടുണ്ടാവാറുണ്ട്. എത്രത്തോളാണ് രണ്ടാളുടെയും വിജയപ്രതീക്ഷ? തീർച്ചയായിട്ടും 100% വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമുക്ക് ജനങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തും. കൂടാതെ ഇനി ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും എന്നെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഏൽപ്പിക്കുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാത്തൂന്മാർ എന്നുള്ളതിനുപരി സഹോദരിമാരായ ഇരുവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം സൂര്യ ശങ്കരനാരായണൻ.